അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തായ്ലൻഡിലെ വ്ളോഗ്സൊക്കെ കഴിഞ്ഞിട്ട് ഡെയിലി വ്ളോഗിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെയാണ്. ഇതെൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് റൂട്ടീൻ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഓൾമോസ്റ്റ് ഒക്കെ എല്ലാ ദിവസവും സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു മോർണിംഗ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിലിടുന്നത്. വർക്കിംഗ് ഡേയ്സിൽ മിക്ക ഡേയ്സും എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5:30ക്കാണ്. 5:30ക്ക് എണീക്കും. എന്നിട്ട് പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മോനെ വിളിക്കും. അവൻ്റെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഹോം മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കുട്ടികളെ റെസ്പോൺസിബിലിറ്റി പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്യൂ മിനിറ്റ്സ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ കുറേ ടൈമൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാം, മോർണിംഗ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കിഡ്സൊക്കെ ഉണ്ടാകുമ്പോൾ മോർണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ടൈമായിരിക്കും. അതിലൊരു ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സാണ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറയുന്നത്. ആ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ ഹൈഡ്രേറ്റ് ചെയ്യാനോ പിന്നെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ നടത്താൻ അങ്ങനെയുള്ളൊരു ഫ്യൂ മിനിറ്റ്സ്. പിന്നെ ഒരു ഡേക്ക് വേണ്ടിയിട്ട് മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്യൂ മിനിറ്റ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും ഓപ്റ്റ് ചെയ്യുക കൂടുതൽ പണിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റുന്ന, കുറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരിക്കും. അതൊക്കെ തന്നെയാണ് ഇവർ കഴിക്കുകയും ചെയ്യുള്ളൂ രാവിലെ. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുകയും ചെയ്യൂല. പിന്നെ ഞാൻ അധികം ഒരു 2 or 3 ഓപ്ഷൻസ് കൊടുക്കും അവനക്ക്. അവനാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക അവനക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഇന്ന് അവൻ്റെ സ്കൂളിൽ ട്രഡീഷണൽ ഡേ ആണ്. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ നാട്ടിലെ ട്രഡീഷണൽ വെയറും പിന്നെ അവരുടെ നാട്ടിൽ ഏതെങ്കിലും ഫുഡും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവനിക്ക് ഞാൻ ധോത്തിയും ഷർട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡായിട്ട് ഉണ്ണിയപ്പമാണ് നമ്മൾ വാങ്ങിയത്. ട്രഡീഷണൽ വെയർ ആയതുകൊണ്ട് തന്നെ ഇന്ന് അവനെ ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പോയി. അല്ലെങ്കിൽ അവൻ തന്നെയാണ് ഒറ്റയ്ക്ക് യൂണിഫോം ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിളാണ്. ഇന്ന് പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ എൻ്റെ ടൈം കുറച്ച് അവിടെ പോയി. അവൻ്റെ കൂടെ തന്നെയാണ് ഹസ്ബൻഡും ഇറങ്ങുക. അപ്പോൾ അതും കൂടെ ഒരുമിച്ച് തന്നെ നോക്കണം. ഹസ്ബൻഡിനുള്ള ഫുഡും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. നാട്ടിൽ നിന്ന് നല്ല ഫുഡ് അടി ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഓട്സാണ് ആക്കുന്നത്. ജസ്റ്റ് ഡേറ്റ്സ് ഇടും, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉള്ളതൊക്കെ ആഡ് ചെയ്യും, നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളത് ആഡ് ചെയ്യും. പിന്നെ ഫുഡ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനും ഫൈബറും എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ രാവിലെ കൊടുക്കുന്നത് ഓട്സാണ്. ഓട്സിൻ്റെ കൂടെ ഡേറ്റ്സും പിന്നെ എന്തെങ്കിലും നട്ട്സ് ഉള്ളതും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കും. ഓട്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ഫൈബറാണ്. പിന്നെ നമുക്ക് കുറേ നേരം വയറ് ഫുള്ളായ പോലെ നിൽക്കുകയും ചെയ്യും. പിന്നെ ന്യൂട്രിയൻ പാക്ഡ് ആയിട്ടുള്ള ഫുഡും ആണ്, നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു സാലഡാണ് കൊടുക്കുന്നത്. ബ്രോക്കലിയും കോളിഫ്ലവറും ചിക്കനും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡാണ്. കുറച്ച് ഞാനതിൽ മാക്രോണിയും കുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ബ്രോക്കലി ആണെങ്കിലും ന്യൂട്രിയൻ റിച്ച് ഫുഡാണ്. പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, 3 ആൾക്കും ബ്രോക്കലി നല്ല ഇഷ്ടമാണ്. വിറ്റമിൻ സി, വിറ്റമിൻ കെ, പൊട്ടാസ്യം, പിന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ കൂടിയിട്ടുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ ബ്രോക്കലി പോലെ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ് കോളിഫ്ലവറും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും. കൂടെ ചിക്കനും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, അതിൻ്റെ ചിക്കൻ്റെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും.
മോനിക്ക് സ്കൂളിലേക്ക് ആപ്പിളാണ് കൊടുക്കുന്നത്. അവനക്ക് ഏത് ഫുഡ് കൊടുത്താലും ശരി, അവന് സ്കൂളിൽ നിന്ന് കഴിക്കൽ വളരെ കുറവാണ്. തിരിച്ച് വന്നിട്ടാണ് ബാക്കി അവൻ്റെ ടിഫിൻ ബോക്സുള്ള ബാക്കി ഫുഡൊക്കെ അവന് തീർക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് ഫുള്ള് പ്ലേ മോഡിലായതുകൊണ്ട് തന്നെ എന്ത് കൊടുത്താലും അവനക്ക് ഇഷ്ടപ്പെട്ട എന്ത് കൊടുത്താലും ശരി, അത് തിരിച്ച് വന്നിട്ടാണ് അവൻ കഴിക്കുക. അവിടുന്ന് കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടുന്ന് അവനെ തിന്നിപ്പിക്കുക എന്നുള്ളത്. കുറേ പ്രാവശ്യം പറയുകയും ചെയ്തു, പക്ഷേ ഇതുവരെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പിന്നെ അവന് കഴിക്കണമെങ്കിൽ അവനക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാക്കറ്റ് ഫുഡൊക്കെ ആണെങ്കിലേ ഉള്ളൂ കഴിക്കുള്ളൂ. അപ്പം ഞാൻ അത് എപ്പോഴും കൊടുക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഞാനത് കൊടുക്കാറുമുണ്ട്. പിന്നെ ഹസ്ബൻഡിന് മിഡ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബോയിൽഡ് എഗ്ഗും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാലഡൊക്കെയാണ് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ചെറിയ ഫുഡ് കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടാറില്ല. പിന്നെ ഒന്നും വാങ്ങി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഫുഡും ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാറാണ്. മോർണിംഗിൽ ഇവരെ വെച്ചിട്ടുള്ള മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരെ എണീപ്പിക്കുക, പിന്നെ അവരെ ഡ്രസ്സപ്പൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ മാക്സിമം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ മടിയായിരുന്നു. പിന്നെ നമ്മൾ ഇതൊരു റേസ് അല്ലെങ്കിൽ ഗെയിം പോലൊക്കെ ആക്കിയപ്പോൾ പിന്നെ അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അവനും പപ്പയായിട്ട് റേസ് ചെയ്യും, ആരാണ് ഫസ്റ്റ് തീരാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പം അവൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യും. പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അവൻ തന്നെയാണ് അധികവും ഫസ്റ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിയാറ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ട്രബിൾ ഉള്ളത്. അപ്പം ഞാൻ കൊടുക്കുന്ന എല്ലാ ഫുഡൊന്നും അവൻ രാവിലെ കഴിക്കില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, രാവിലെ തന്നെ എല്ലാ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ടാവില്ല. അപ്പോൾ അവൻ പറയുന്ന എന്തെങ്കിലും ഫുഡ് തന്നെ ഞാൻ രാവിലെ മാക്സിമം കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ പിന്നെ വേഗം ആ പണിയും കൂടെ ഒഴിഞ്ഞു കിട്ടുമല്ലോ. അവർ പോയിട്ടുള്ള ഒരു 5 to 10 minutes ക്യുക്ക് ക്ലീനപ്പ് ടൈം ആയിരിക്കും. രാവിലെ ഉണ്ടാക്കിയ മെസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ഡേയ്സിൽ ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ. അവർ പോയ ഉടനെ ഞാൻ നേരെ പോയിട്ട് സോഫയിലിരിക്കും. ഭയങ്കര മടിയായിരിക്കും ചില ഡേയ്സ്. മടിയില്ലാത്ത ദിവസങ്ങളാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഓരോ ദിവസം ഓരോ മൂഡായിരിക്കുമല്ലോ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 hours എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മീ ടൈമാണ്. സ്കൂൾ 10:30 വരെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമേ കിട്ടുള്ളൂ. ആ ടൈമിൽ ഞാൻ വേറെ പണികളൊന്നും ചെയ്യാറൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചില ടൈമിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ വ്ളോഗിങ്ങിന് വോയിസ് ഓവർ ചെയ്യും, എഡിറ്റ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആ ടൈം കൊണ്ട് ഞാൻ ചെയ്യും കേട്ടോ. കൂടുതൽ ഹൗസ് സ്റ്റോറൊന്നും ഞാൻ ആ ടൈമിൽ എടുക്കാറില്ല. പിന്നെ ചില ദിവസമൊക്കെ ക്ലീൻ ചെയ്തിടും. ഭയങ്കരമൊക്കെ നാളേക്ക് എടുക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്തിടും, അല്ലാതെ കൂടുതലൊന്നും ചെയ്യില്ല. അങ്ങനെ കുറച്ചേരം ഇരിക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാവും. കുറച്ച് ടൈം, ഒരു 2 to 3 hours ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നുള്ളൂ. ആ ടൈമിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലാണെങ്കിൽ സമയം പോകുന്നത് അറിയുകയും ചെയ്യൂല. മാക്സിമം ഞാൻ ആ ടൈമിൽ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. വാ, നമ്മൾ ബസ് വരുന്നു. വാ വേഗം വാ. സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നവരെ നമ്മൾ രണ്ടാളും ആ ഡേനെ കുറിച്ചായിരിക്കും ടോക്ക് ചെയ്യുക. അവന് സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്, എന്തൊക്കെ അവനെ ഹാപ്പിയാക്കി, എന്തൊക്കെ അവൻ കുരുത്തക്കേട് കളിച്ചു, എല്ലാ കാര്യങ്ങളും പറയുന്ന ടൈമാണ് ശരിക്കും അതെന്ന് പറഞ്ഞാൽ. ഞാൻ KG1 മുതലേ അതൊരു ശീലമാക്കി മാറ്റിയതാണ് കേട്ടോ. എനിക്കറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ KG1 ആണെങ്കിൽ സ്കൂൾ ടൈമിൽ അവനക്ക് ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ആ സമയത്താണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം മുതലേ ഉണ്ടാക്കിയെടുത്ത ശീലമാണത്. വീട്ടിലെത്തിയാൽ പിന്നെ TV കാണലും അവൻ്റെ കുറച്ച് കളികളൊക്കെ, അതിൻ്റെ ഇടയ്ക്ക് അവനക്ക് ഇതൊന്നും പറയാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനാണ് നോക്കുക. ഈ ടൈം ആകുമ്പോൾ ഇതിന് പറ്റിയൊരു ടൈമാണ്. വെറുതെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ. അപ്പോൾ കുറേ ടോക്ക് ചെയ്യും കേട്ടോ ഈ ടൈമിൽ. അവന് എന്താ പറയണ്ടേ വ്ളോഗിൽ? സ്കൂളിൽ പോയി വരാണ് അങ്ങനെയൊക്കെ പറയണം. ഓക്കെ, എന്നാ ചാച്ച പറ. ആ സ്കൂളിൽ പോയി വരാന്നൊക്കെ ചാച്ച പറ. മമ്മ വ്ളോഗിലിട സ്കൂളിൽ പോയി വരാ, അത്രേ ഉള്ളൂ. ആണ്. ഓക്കെ, ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയ ഒരു ആപ്പിളാണ് കേട്ടോ അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് പിന്നെ സ്കൂളിൽ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതാണ് കഴിക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞു. എന്തായാലും എപ്പോഴും ഇങ്ങനെയൊക്കെ ബാക്കിയാക്കി കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ അവനെ കൊണ്ട് അതൊക്കെ കഴിപ്പിക്കുകയെന്ന് ചെയ്യും തിരിച്ചു വന്നത് ഉടനെ തന്നെ.
സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ടി വി ടൈമാണ്. ഞാൻ എല്ലാത്തിനും ഇപ്പോൾ ടൈം വെച്ചിട്ടുണ്ട്. ടി വിക്കായാലും ടാബിനായാലും ഹാഫ് ആൻ അവർ വെച്ചിട്ടാണ് രണ്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ടൈം അനുസരിച്ചാണ് ഉണ്ടാവുക. ഹാഫ് ആൻ അവർ ടി വി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. കൂടുതൽ സ്ക്രീൻ ടൈം ഞാനിപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ക്രിയേറ്റീവ് സൈഡ് പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് വരയ്ക്കലും എഴുതലും ഇപ്പോൾ സ്റ്റോറി എഴുതാനൊക്കെ തുടങ്ങും ആ ടൈമിലാവുമ്പം. അപ്പോൾ കൂടുതൽ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ലേസി ആയിട്ട് മാറും. അല്ലാത്ത ടൈമിൽ ബോറടിച്ചിട്ടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അവൻ ടി വി കാണുന്ന ടൈമിൽ ഞാൻ മിഡ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ മിഡ് ബ്രേക്ക്ഫാസ്റ്റിനോ രണ്ടിലേതെങ്കിലും ഒന്ന് ഞാൻ എഗ്ഗ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ മിഡ് ബ്രേക്ക്ഫാസ്റ്റിനും ആക്കാറുള്ളത്. എഗ്ഗ് വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കും, ചില ദിവസം പാൻ കേക്ക് ആക്കും, എന്തെങ്കിലും റാപ്പാക്കും, പിന്നെ ഓട്സ് ചില സമയത്താക്കും. ഓട്സ് അവനക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമാണ് ഓട്സ് ആക്കാറുള്ളത്. പിന്നെ ഫ്രൂട്ട്സിനോണ്ട് സാലഡ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങൾ അവനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ അങ്ങനെ മാറ്റി ഉണ്ടാക്കി കൊടുക്കും. ഞാൻ അതിൻ്റെ കൂടെ തന്നെ എനിക്കുള്ള ചായയും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈമായിട്ട് എനിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ ഓട്സാണ് കഴിച്ചത്, അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവൻ വന്നാൽ ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ചായയും ബോയിൽഡ് എഗ്ഗുമാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ അതാ ചായ പിന്നെയും തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. പല പ്രാവശ്യങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ അത് കട്ട് ചെയ്തിട്ടിടും. ചില ടൈമിൽ ഞാൻ അത് അഡ്മിറ്റ് ചെയ്യൂല. പക്ഷേ ഇതൊക്കെ തന്നെ ആണല്ലോ അല്ലേ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് മെസ്സിയാവും, നമ്മളത് ക്ലീനാക്കും. ഓൾമോസ്റ്റ് എല്ലാ ഡേയും നമുക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും പണി. ലിവിങ് റൂം ആവട്ടെ, കിച്ചൺ ആവട്ടെ, ബെഡ്റൂം ആവട്ടെ, എന്തായാലും ഇതൊക്കെ മെസ്സിയാവുകയും ചെയ്യും. നമ്മളതൊക്കെ ക്ലീൻ ആക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് കിഡ്സൊക്കെ ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ ഇതൊക്കെ എന്തായാലും നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ഭയങ്കര വെട്ടിത്തിളങ്ങി ടൈഡി ആയിട്ടൊന്നും ഒരു വീട് നിൽക്കില്ല. ചില ഡേയ്സിൽ നമ്മളത് കാരണം ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. അതൊക്കെ നോർമലാണ്, നമ്മളെ മൂഡ് അനുസരിച്ചിരിക്കും. നമ്മൾ ചില ഡേയ്സ് ഇറിറ്റേറ്റഡ് ആവും, എന്നിട്ട് ബട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ചില ദിവസം നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, കൂളായിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് ഹോം മേക്കിംഗ് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക. ചായ അങ്ങനെ തിളച്ച് മറിഞ്ഞെന്ന് വെച്ചിട്ട് ചെറിയൊരു മെസ്സ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ചായക്കൊരു മാറ്റവും വരുന്നില്ല. ചായയൊക്കെ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു റിമൈൻഡറാണ്. ചെറിയ മെസ്സ് എന്ന് പറഞ്ഞാലൊന്നും എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. പിന്നെ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈസിയും നീറ്റും ടൈഡിയും ഒന്നും ആയിരിക്കില്ല. ഇടയ്ക്ക് മെസ്സുകളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ക്ലിയർ ചെയ്ത് മാറ്റും. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെ ലൈഫും പോകുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ ടി വി എപ്പോഴും പോസ് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം എനിക്ക് അവന് ടി വി സ്റ്റെയർ ചെയ്തുകൊണ്ട് കഴിക്കല്ല വേണ്ടത്, അതിൻ്റെ ഫീൽ അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കണം. ആ കാര്യത്തിൽ ഞാനായാലും ഹസ്ബൻഡായാലും അവനെ ചെറുതിൽ മുതലേ ഫോണ് കാണിച്ചിട്ടോ കാർട്ടൂൺ കാണിച്ചിട്ടോ ഒന്നും ഫുഡ് കഴിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് ആ ഒരു ശീലമില്ല. നമ്മളിപ്പോൾ പുറത്ത് റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ കുറേ കുട്ടികളെ കാണാറുണ്ട് ഫോൺ കാണിച്ചു കൊടുത്തിട്ട് ഫുഡ് കഴിപ്പിക്കുന്നതൊക്കെ. അതിന് അവർക്ക് റീസണും ഉണ്ട്, അല്ലാതെ അവർ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ശീലം അവനക്ക് പണ്ട് മുതലേ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിൽ കംഫർട്ടബിളുമാണ്, അവനക്ക് അങ്ങനെ ഒരു വാശിയുമില്ല. അപ്പോൾ ഇതിൽ കുറേ മാഗ്നറ്റ്സൊക്കെ ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഒന്ന് ഊട്ടിയിൽ പോയപ്പോൾ ഇപ്രാവശ്യം തന്നെ ഫാമിലി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ. പിന്നെ ഒന്ന് ലാസ്റ്റ് ടൈം ഗോവയിൽ പോയപ്പം വാങ്ങിയതാണ്. പിന്നെ ഈ ചെറിയൊരു വലീഫിൻ്റെ മാഗ്നറ്റ് മോനിക്ക് ലാസ്റ്റ് ടൈം ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.